പാരാഗ്ലൈഡറുകളിൽ പറന്നിറങ്ങി ഹമാസ്. അതെ, ഇനി ലക്ഷ്യം മറ്റൊന്നാണ്. മൊസാദും ഷിൻബറ്റും തലയിൽ കൈവയ്ക്കുകയാണ്. ഹമാസ് ഇതെന്തിനുള്ള പടപ്പുറപ്പാട്? സ്വീഡനെ ഒറ്റയടിക്ക് തകർക്കാൻ ഹമാസിന്റെ നിർണായക പദ്ധതി. ഇസ്രയേലാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. സ്വീഡനിലെ തങ്ങളുടെ എംബസി ആക്രമിക്കാൻ ഹമാസ് പദ്ധതിയിടുന്നതായി ഇസ്രയേൽ ആരോപിക്കുന്നു. ജനുവരി 13 ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ലെബനൻ ആസ്ഥാനമായുള്ള കമാൻഡർമാരുടെ ഉത്തരവനുസരിച്ച് പാരാഗ്ലൈഡറുകൾ വാങ്ങാനും യൂറോപ്പിലെ ക്രിമിനൽ സംഘടനകളെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കാനും ഹമാസ് പ്രവർത്തകർ പദ്ധതിയിട്ടിരുന്നതായി മൊസാദും ഷിൻബറ്റ് ഏജൻസികളും ഒരുപോലെ അവകാശപ്പെടുന്നു. സ്വീഡനിലെ തങ്ങളുടെ എംബസി എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാമെന്നും ഇതിനുള്ള വമ്പൻ പദ്ധതി ഹമാസിന്റെ അണിയറയിൽ ഇറാന്റെ സഹായത്തോടെ നടക്കുന്നുവെന്നും ഇസ്രയേലിന്റെ നിർണായക വെളിപ്പെടുത്തൽ. പലസ്തീൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘം യൂറോപ്പിലേക്ക് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വീഡനിലെ തങ്ങളുടെ എംബസി ആക്രമിക്കാൻ ശനിയാഴ്ച ഹമാസ് പദ്ധതിയിട്ടതായി ഇസ്രയേൽ ആരോപിച്ചു. ഇങ്ങനെയാണ് ഇസ്രയേൽ ട്വീറ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം നിരവധി പ്രതികളെയാണ് ഇതിനെതിരെ അറസ്റ്റ് ചെയ്തത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഹമാസ് സ്വീഡനെ ആക്രമിക്കാനുള്ള പദ്ധതി. ഡാനിഷ്, ജർമ്മൻ, സ്വീഡിഷ് അധികാരികൾ പ്രഖ്യാപിച്ച അറസ്റ്റുകളെ തുടർന്നുള്ള പ്രസ്താവനയിൽ ഇസ്രയേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി സ്വീഡനിലെ ഹമാസ് നെറ്റ്വർക്ക് അംഗമാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല, ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ്, പലസ്തീൻ രാഷ്ട്രം തേടുന്ന എല്ലാ പ്രദേശങ്ങളിലും ആക്രമണങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതാണ് ഹമാസിന്റെ നയമെന്ന് ഇസ്രയേൽ പറയുന്നു. സ്റ്റോക്ക്ഹോമിലെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രയേൽ എംബസിയുടെ പ്രത്യേക സുരക്ഷയെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. മാത്രമല്ല, വിയന്ന കൺവെൻഷന് കീഴിലുള്ള വിദേശ ദൌത്യങ്ങളെ വളരെ ഗൌരവമായി സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സ്വീഡൻ സ്വീകരിക്കണമെന്നും ഇവർ പറയുന്നു. ലെബനനിലെ ഒരു ഗ്രൂപ്പ് കമാൻഡ് പോസ്റ്റിൽ നിന്ന് ഹമാസ് നെറ്റ്വർക്ക് ഓർഡറുകൾ സ്വീകരിച്ചതായും സ്വീഡനിലെ ഇസ്രയേൽ എംബസി ആക്രമിക്കാനും പാരാഗ്ലൈഡറുകൾ വാങ്ങാനും യൂറോപ്പിന്റെ ക്രിമിനൽ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ സജീവമാക്കാനും ഉദ്ദേശിച്ചിരുന്നതായി മൾട്ടിനാഷണൽ അന്വേഷണത്തിന് വിവരം ലഭിച്ചതായും മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു. ഗാസ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായ ഞെട്ടിക്കുന്ന ബഹുമുഖ ആക്രമണത്തിന്റെ ഭാഗമായി ഹമാസ് പാരാഗ്ലൈഡറുകൾ ഉപയോഗിച്ചിരുന്നു. അതേസമയം ചെങ്കടലിൽ ഹൂതികൾ അഴിഞ്ഞാടുകയാണ്. US-UK വാണിജ്യ കപ്പലുകളൊക്കെ സൂയസ് കനാലിൽ തടഞ്ഞ ഹൂതികൾ. US-UK വാണിജ്യ കപ്പലുകളും സൂയസ് കനാലിൽ തടഞ്ഞതായി ഹൂതികൾ വ്യക്തമാക്കി. നേരത്തെ ഇസ്രയേലിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ മാത്രമാണ് തടഞ്ഞിരുന്നത്. ഇന്നു മുതൽ US-UK കപ്പലുകളും ചെങ്കടൽ മുറിച്ചു കടക്കാൻ അനുവദിക്കില്ല എന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ മുഹമ്മദ് അൽ ബുഹായിദ് പറഞ്ഞു. അതിനിടെ തുടർച്ചയായ 2ാം ദിവസവും US യമനിൽ ആക്രമണം നടത്തി. സനായിലെ നിരീക്ഷണ റഡാറുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് US സേന അറിയിച്ചു. സനായിലെ വ്യോമത്താവളത്തിന് നേരെയും തീരദേശ നഗരമായ ഹൊദൈദിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. സനായിൽ US ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് ഹൗതി ഡെപ്യൂട്ടി ഇൻഫർമേഷൻ സെക്രട്ടറി നസറുദ്ദീൻ അമീർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.